ചിത്രദുർഗ ടൗൺ പാസ് ചെയ്തോണ്ടിരിക്കണ ഇപ്പൊ. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഞാൻ എണീറ്റ് വണ്ടി കൊടുത്തിട്ട് പിന്നെ കിടന്നുറങ്ങിട്ട് ഇപ്പോഴാണ് എണീക്കണം. അപ്പൊ ചിത്രദുർഗ ടൗൺ എത്തി. ഇനിയിപ്പോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണം. അപ്പൊ വൈകുന്നേരം വരെയുള്ള ഫുഡ് ഉണ്ടാക്കണം. എന്നിട്ട് അപ്പൊ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നടക്കണ്ടല്ലോ, വിശക്കുമ്പോ എടുത്ത് കഴിച്ചാൽ മതി. നമ്മളിവിടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരു ക്യാബേജൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാബേജ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. അപ്പോൾ നൈസായിട്ടൊരു ക്യാബേജ് ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേക്കുന്നത്. ഫ്രീ ആയിട്ടില്ല, 20 രൂപക്ക് 2 ഗാഡി ഡ്രൈവേഴ്സ് നോ പ്രോബ്ലം. അടിപൊളി ATM അത് ബാങ്കല്ലേ മോള്. എന്ത് സാധനം? ബേക്കറി. നമ്മ ചിത്രദുർഗയിലൊന്ന് അവിടെ നിന്ന് ചിക്കനൊക്കെ മേടിച്ച് നൈസായിട്ട് സെറ്റാക്കി പോണേ. ഓയിൽ മേടിച്ചു. നമ്മൾ ചിത്രദുർഗ കഴിച്ചിട്ട് പർച്ചേസ് എല്ലാം ചെയ്ത് ചിക്കൻ മേടിച്ച് പച്ചക്കറി കുറച്ച് മേടിച്ച് അങ്ങനെ ഇതെല്ലാം മേടിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ വണ്ടി എവിടെയെങ്കിലും നല്ല വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലത്തും കിട്ടണം. അവിടെ കൊണ്ടിട്ടിട്ട് സാധനം ചെയ്യണം. ഇന്നലെ ഒരു അടിപ്പ സ്ഥലം കിട്ടിയത്. ഇന്നിപ്പോൾ ഇനി സ്ഥലം നോക്കി പോകണം. സാധനമൊക്കെ മേടിച്ച് ഇവിടെ ഒരു വഴിയായി. നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അയക്കുക, വെള്ളമൊക്കെ എടുക്കുക, വെള്ളം എടുക്കണതാണ്. വെള്ളമൊക്കെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. വെള്ളമാണോ? ഇന്നലത്തെ വഴക്കരി ആങ്ങോ വല്യത്തോട്ടിലെ സിംഗം, ഗർജിക്കുന്ന സിംഗം.
ഉപയോഗിക്കണം, കുറച്ച് പറ്റിക്കണം. മുട്ടയും പരിപ്പും കൂടി ചിക്കൻ വറുത്തത്, ചിക്കൻ ഇവിടെ സലാഡ് എല്ലാം കൂടി പൊളിക്കാം. അങ്ങനെ നമ്മുടെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സാധനം എല്ലാം ഒതുക്കി അവിടേക്കെല്ലാം ഡീസൻ്റായി. കുറച്ച് കഴുകിയ വെള്ളം മാത്രമേ ഉള്ളൂ. സെറ്റാക്കി പോകാൻ വേണ്ടി പോണേ. ഇപ്പോൾ സമയം 2 മണിയായി. വണ്ടി എടുത്ത് പോയി. വായുമ്പുലി ഗിരീഷ് പൊളിക്കാൻ പോണി. ഹുബ്ലി കഴിഞ്ഞ് നമ്മൾ റോഡ് പണി നടക്കണതിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും 6 ലൈൻ ആക്കിയിട്ടില്ല. ഹുബ്ലി കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് കഴിഞ്ഞിട്ട് ഇത് ഔട്ടർ റിംഗ് റോഡാണ്. ഔട്ടർ റിംഗ് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 6 ലൈൻ കിട്ടിയിട്ടില്ല. ഇനി ഒരു 10-25 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ സിംഗിൾ റോഡ് തീരുന്നത്. പകൽ വന്നെ നല്ലത്. രാത്രിയാണെങ്കിൽ കയറി ഒരു ഭയങ്കര അലമ്പ് ഡ്രൈവിംഗ് ആയിരിക്കും. പകൽ തന്നെ നല്ലത്. മറ്റേ വണ്ടി കാണല്ലോ. നമ്മുടെ വണ്ടി കാണല്ലോ. തന്തപ്പടി കാല് കൊടുക്കും. വേറെ നമ്മിപ്പോ കയറിയാലും അവന്റെ മുട്ടി കിടന്ന് മറ്റേറെ മുട്ടി കിടന്ന് കളിക്കേണ്ടി വരും. ഒരുപാട് ഐറ്റം ഉണ്ടാവില്ല. കുറെ ഉണ്ടാവും. റൗണ്ടിലെ പ്ലേറ്റില് കുറെ സാധനം ഉണ്ടാവും. തിന്ന് തീർക്കാനും പറ്റില്ല. മറ്റേ ഇതും എന്താ പനീറും അലമ്പ് കമ്പുണ്ടാവും. ചാടിയ നാട് പോകും. എന്തൊരു വലിയ സംഭവമാണല്ലോ. കമ്പനിയാണ്. എന്തൊരു കമ്പനിയാണ്. കമ്പനി പോലെ സെറ്റപ്പാണുള്ളത്. പൊക്കമുള്ള സെറ്റപ്പാണ്. അതന്നെ ടയറൊക്കെ പൊട്ടിക്കണ്ടല്ലോ ഇവിടെ. അവൻ വന്ന് അവൻ്റെ പുറയിലുണ്ട്. ഇനി നമുക്കൊരു ഇവിടെ നിന്നൊരു 670 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പോൾ സമയം രാത്രി 9:20. നൈസ് പൊളിച്ച പോകണം. ഒരു രക്ഷയില്ല. ബാക്കി എല്ലാ വണ്ടിയും നമ്മൾ മുമ്പിൽ പോയിട്ടുണ്ട്. നമ്മുടെ പുറകിൽ നമ്മുടെ കമ്പനി വണ്ടി ഉണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിക്കണം. 670 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 12 മണിക്കൂർ. പൊളി എന്ന് പറഞ്ഞാൽ അന്യായ പൊളി. നല്ല റോഡ്, കിട്ടില്ല റോഡ്. ഒരാളില്ല റോഡിൽ. എന്ത് സുഖമെന്ന് ഓടിക്കാനായിട്ട്. ഇപ്പോൾ അവിടെ ഒരു ദാബേലി കയറി നേരത്തെ വെച്ച ഫുഡൊക്കെ കഴിച്ച് പിന്നെ വണ്ടി എടുത്ത് വിട്ടേ. ബെൽഗാവി നമുക്ക് ഹുബ്ലി ബെൽഗാവിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ വെച്ചത്.
ഇവിടെയുള്ള വണ്ടികളുടെ കോൺവോയ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ 2 വണ്ടികൾ, ബാക്കിയുള്ള വണ്ടികൾ നേരെ മുമ്പിൽ കയറി പോയിട്ടുണ്ട്. ഇത് നമ്മളെ ചാക്കിയത്തിൻ്റെ വണ്ടി. ഒരു 5 വണ്ടി കൂടി കാണാനുണ്ട്. 5 അല്ല 6 വണ്ടി കൂടി കാണാനുണ്ട്. ഇപ്പോൾ 2 വണ്ടി കണ്ട്, ഒരു 6 വണ്ടി കൂടി ഉണ്ട്. അപ്പോൾ 6-ൻ്റെ 8 അവരുടെ വണ്ടി, പിന്നെ ഞങ്ങളുടെ കമ്പനി വണ്ടി 2. മറ്റേ വണ്ടികളൊക്കെ കുറച്ചധികം ദൂരെയാണ്. കാരണം അവർ നേരത്തെ എടുത്ത് പോകുന്നു. ഒരു 8:15 കഴിഞ്ഞപ്പോൾ അവരെടുത്ത് പോകുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് 9 ആയപ്പോഴാണ് വണ്ടി എടുത്തോളൂ. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നതിൽ ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ 2 വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. കിട്ടില്ല കമ്പനിയാണ്. എന്ത് നീളത്തിലാണ് നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റായി അടിപൊളി. എന്തിൻ്റെ കമ്പനിയാണെന്നൊക്കെ എന്തിൻ്റെ കമ്പനിയാണെന്ന് നോക്കി മനസ്സിലായി. കുറേ സ്ഥലത്ത് 6 ലൈൻ, കുറേ സ്ഥലത്ത് റോഡ് പണിയുടെ അവിടെയൊക്കെ ഭയങ്കര ഇടങ്ങേറ്. അടിപൊളിയാണ് എന്തായാലും. റോഡൊക്കെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒറ്റയടിക്ക് വിട്ടു പോവാം. ഇപ്പോൾ കുറേ നേരം ടോളൊന്നുമില്ല. ഈ റോഡ് പണിയുടെ സ്ഥലമായതുകൊണ്ട് 6 ലൈൻ ഇവിടെ പണിത് തന്നെ ഉണ്ട്. പക്ഷെ പഴയ റോഡിൽ കൂടിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 ലൈനിൽ ഇങ്ങനെ ചാമ്പി വരുമ്പോഴാണ് ഇതേപോലെ ലൈറ്റൊന്നും ഇല്ലാതെ വണ്ടി കറക്റ്റ് സെൻറ്ററിലെ കൂടിയ റൈറ്റിൽ കൂടിയൊക്കെ ഓടിച്ചിട്ട് പോകും. ഒരു ലൈറ്റും ഇല്ല മാറുക. അടുത്തെത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് വണ്ടിയൊക്കെ. ാണ് ഇവിടുത്തെ താരം. കരിമ്പോയുടെ പോണം. ഡബിൾ ട്രെയിലറാണ്, ട്രാക്ടറുമേ ഡബിൾ ട്രെയിലർ. എന്നിട്ട് ഹൈവേയിൽ സെൻറ്റർ പിടിച്ച് 30 കിലോമീറ്റർ 20 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. പതുക്കെ ഞാൻ പോട്ടെ. മര്യാദക്ക് അപ്പുറത്തൂടെ വന്നത് തീർന്നു. നമ്മള് വണ്ടി ഒതുക്കാനുള്ള സെറ്റപ്പിൽ റോഡ് അങ്ങനെ തിരിച്ചു വെച്ചേക്ക്. കുഴിയും ചാടി ഹമ്പും ചാടി. ഇങ്ങോട്ട് വരികയാണെങ്കിൽ കിട്ടണ ഒരു കിടിലൻ ചുരമാണ് കാണുന്നത്. വട്ടപ്പാറ പോലെ തന്നെ എല്ലായിടത്തും നല്ല കിടില ഹമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചവിട്ടാതെ പോകാൻ പറ്റില്ല. പകലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഓക്കെ,
അടിപൊളി സിറ്റിയാണ്. ഇവിടെയും പണിത് വന്നിട്ടുണ്ട്, മറ്റേ വയഡക്റ്റ് പാലം പോലത്തെ പാലം പണിത് വന്നിട്ടുണ്ട് മുകളിൽ കൂടി. അത് ഞാൻ അവിടെ മല തുറന്നേക്കണേൻ്റെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്ത് മലയുടെ മുകളിൽ കൂടി റോഡാക്കി. അവിടെ ഒരു വയഡക്റ്റ് പാലം ഇവിടെ പണിയുണ്ട്. ഇവിടെ പണിത് തന്നെ വയഡക്റ്റ് പാലം കണ്ട എന്ത് പൊക്കത്തിലാണ് ഇതിൻ്റെ തൂണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്ര കയറുന്നതിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കാണ്ട് നിർത്തിയത്. നിർത്തണ്ടായിരുന്നു, അമ്മമാർ വെറുതെ കിടന്നിട്ട് വിസിലടിച്ച് ഹോണടിച്ച് തലമ്പാക്കി നിർത്തി. ഇപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. മറ്റേ വണ്ടികളൊന്നും വന്നിട്ടില്ല. ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ തന്നെ പോന്നുകൊണ്ടിരിക്കുന്നത്.